ഹലോ ഓൾ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മുടെ പേരൻസ് അവർക്ക് ഏറ്റവും കൂടുതൽ അവർ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ഇങ്ങനത്തെ ഓരോരോ അസുഖങ്ങൾ അല്ലേ. സോ അവരെ കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ ഹെൽത്തി വർക്കൗട്ട്സും, അതായത് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡയറ്റ്സും ഒക്കെ ചെയ്ത് അവർ ഈ ഡയബറ്റീസും കൊളസ്ട്രോളും ഒക്കെ റിവേഴ്സ് ചെയ്യാം. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് എൻ്റെ അച്ഛൻ. സോ ഹി ഈസ് മൈ ഫാദർ. സോ ഞാനിപ്പോൾ ഒരു 3 monthsലാണ് നമ്മുടെ HbA1c ഒക്കെ നമ്മൾ റിവേഴ്സ് ചെയ്തത്. നമ്മൾ നോക്കാം എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ള കാര്യം. പപ്പ ഒന്ന് ഓടിയിട്ട് വാ, കമാ. സോ അങ്ങനെ നമ്മുടെ പപ്പ ഓടി ഒരു റൗണ്ട്, 2 റൗണ്ട് ഒക്കെ അടിച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു റൗണ്ട് അല്ല, ഒരു 10 റൗണ്ട് നമുക്ക് വാക്കിങ്ങോ അല്ലെങ്കിൽ ജോഗിങ്ങോ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്യൂ വർക്കൗട്ട്സ് വിച്ച് ഇസ് വെരി വെരി ഈസി. ആ വർക്കൗട്ട്സ് ഞാനിപ്പോൾ ചെയ്യിപ്പിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് 10 പുഷപ്പ്, അതും ജസ്റ്റ് ഇൻക്ലൈൻ പുഷപ്സ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് പപ്പ. ഒരു ഇൻക്ലൈൻ പുഷപ്സ് ചെയ്ത് ഒരു 10 എണ്ണം. കമാ, 2 3, ഒരു 10 മൗണ്ടൻ ക്ലൈംബേഴ്സ്. കമാൻ പപ്പ. 3, ഒരു 10 ഫ്ലോർ ടാപ്പ്. കമാൻ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഒരു 10 ഹൈ നീ ടാപ്പ്. കമാൻ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ പപ്പയുടെ എക്സ്പീരിയൻസ് ഒന്ന് പറ. ഇത്രയും ദിവസങ്ങളോളം നമ്മളിപ്പോൾ ഒരു ഹെൽത്തി ഡയറ്റും ഈ വർക്കൗട്ടും ഒക്കെ ചെയ്തിട്ട് പപ്പയുടെ എക്സ്പീരിയൻസ് എന്താ? 3 മാസത്തിന് മുമ്പേ HbA1c എൻ്റെ 8 മുകളിലായിരുന്നു. 8. ഇപ്പോൾ നിലവിൽ 5.4. അപ്പൊ എന്താ പപ്പായ്ക്ക് തോന്നുന്നത്? അതിന്റെ പപ്പായ്ക്ക് അതുകൊണ്ടുണ്ടായ നേരത്തെ കാലിലെല്ലാം പോച്ചിലും മറ്റു ബുദ്ധിമുട്ടുകൾ ഒരുപാടായിരുന്നു. ഇപ്പോൾ ആ വിധ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല. റിലാക്സ് ആയിട്ട് പോകുന്നു. ഇപ്പൊ ഈ ഒരു എക്സസൈസ് രാവിലെയും വൈകിട്ടും പപ്പ ചെയ്യാറുണ്ട്? ഉണ്ട്, രാവിലെ വൈകിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ പപ്പയുടെ ഏജ് എത്രയാ? എൻ്റെ ഏജ് 69 കഴിഞ്ഞു. ആക്ച്വലി എൻ്റെ പപ്പായ്ക്ക് ഡയബറ്റീസ്, ന്യൂറോപ്പതി ഉണ്ടായിരുന്നു. ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം എപ്പോഴും അഡ്മിറ്റ് ആയിരിക്കും ഹോസ്പിറ്റലിൽ. ബട്ട് ഫ്രം പാസ്റ്റ് 1 year ഹി ഈസ് നോട്ട് ഗോയിങ് ടു ഹോസ്പിറ്റൽ ഓർ ഹി ഈസ് നോട്ട് അഡ്മിറ്റിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, അതായത് നമ്മുടെ റെഗുലർ ചെക്കപ്പിനല്ലാണ്ട് ഹി ഈസ് കംപ്ലീറ്റ്ലി ഹെൽത്തി റൈറ്റ് നൗ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഏകദേശം ഒരു 50+ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ കാണും. സോ നമ്മൾ എപ്പോഴും അവർക്കൊരു ഡയബറ്റീസും കൊളസ്ട്രോളും വരുമ്പോൾ നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, റെഗുലർ ചെക്കപ്പിന് കൊണ്ടുവന്നു, കുറേ ടാബ്ലറ്റ്സ് കൊടുക്കുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ആസ്ക് ദം ടു ഡു സം ഫ്യൂ എക്സസൈസസ്. സോ നമുക്ക് അവർക്ക് ഇതുപോലെ കുറച്ച് എക്സസൈസ് സജസ്റ്റ് ചെയ്യാം, കുറച്ച് ഡയറ്റ് സജസ്റ്റ് ചെയ്യാം. സോ ദേ വിൽ ബി ഓൾസോ ഹെൽത്തി. ലെറ്റ് ദം ബി ഹെൽത്തി അല്ലേ?